السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب زدنا علما وحلما وفهما وعقلا وأدما إيمانا كاملا رب تمم بالخير والسعادة. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, അൽഹംദുലില്ലാ നമ്മൾ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ക്ലാസ് നടത്തി. വളരെ സന്തോഷം. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതിൽ ക്ലാസ് കേൾക്കുന്ന ആളുകൾക്കെല്ലാം എൻ്റെ അഭിനന്ദനങ്ങളും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ക്ലാസ്സിൽ ആക്ടിവിറ്റി നടത്തിയവരുണ്ട്, ചെയ്തവരുണ്ട്. ഷാമിന MC എന്ന് പറയുന്ന വിദ്യാർത്ഥിനി, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, എല്ലാ അഭിനന്ദനങ്ങളും ആദ്യമായി അറിയിക്കട്ടെ. അവർ ക്ലാസ്സിൻ്റെ ആക്ടിവിറ്റികൾ കൃത്യമായി അയച്ചു തന്നിട്ടുണ്ട്. സന്തോഷം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തരാൻ തയ്യാറാണെന്ന് ആദ്യമായി അറിയിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. ആദാബു തയമ്മുമി, തയമ്മുമിൻ്റെ മര്യാദകൾ. ഫൈൻ അജസ്ത അൻ ഇസ്തിമാലിൽ മാഇ ലിഫഖദിഹി ബഅദ ത്വലബി, വെള്ളം അന്വേഷിച്ചതിന് ശേഷം അത് ലഭ്യമാവാത്തത് കാരണത്താൽ വെള്ളം ഉപയോഗിക്കാൻ നീ അശക്തനായാൽ, അല്ലെങ്കിൽ ഔലി ഉദ്രിൻ മിൻ മർളിൻ, രോഗം കാരണത്താലുള്ള കാരണമുണ്ടായതുകൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ നീ അശക്തനായാൽ, രോഗങ്ങളുണ്ട്, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ രോഗമുണ്ട്, അപ്പോൾ അത് വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ രോഗം മൂർച്ഛിക്കും, വലിയ പ്രയാസത്തിലേക്ക് എത്തുമെങ്കിൽ അവിടെ വുളു എടുക്കേണ്ടതില്ല. അതിന് പകരം തയമ്മും ചെയ്താൽ മതി. അതുപോലെ മൂന്നാമത്തെ ഒരു കാരണം ഔലിമാനി മിനൽ വസൂലി ഇലൈഹി മിൻ സബ്ഇൻ ഔ ഹബ്സിൻ, വെള്ളമുണ്ട്, രോഗങ്ങളൊന്നുമില്ല, പക്ഷെ വെള്ളമുള്ള ഭാഗത്തേക്ക് എത്തിപ്പെടാനുള്ളൊരു തടസ്സമുണ്ട്. ആ തടസ്സം എന്താ? ഒരു വന്യമൃഗമോ അല്ലെങ്കിൽ ജയിൽ പുള്ളിയായി പിടിക്കപ്പെടുമോ എന്നെല്ലാമുള്ള കാരണങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ അവനിക്ക് അശക്തത ഉണ്ട്. ഔ കാനൽ മാഉൽ ഹാദിറു തഹ്താജു ഇലൈഹി ലിഅത്ഷിക ഔ ലിഅത്ഷി റഫീഖിക, എനിക്ക് വെള്ളമുണ്ട്, പക്ഷേ ആ വെള്ളം വളരെ കുറച്ചാണ്. ആ വെള്ളം കൊണ്ട് വുളു എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ദാഹം അല്ലെങ്കിൽ അവനോട് കൂടെയുള്ള ആളുകളുടെ ദാഹം തീർക്കാൻ വെള്ളം തികയില്ല എങ്കിൽ അവിടെയും തയമ്മും ചെയ്യാം. അതാണ് പറയുന്നത് ഔകാനൽ മാഉൽ ഹാദിറു, സാന്നിധ്യത്തിലുള്ള വെള്ളമായി, തഹ്താജു ഇലൈഹി ആവശ്യമുള്ളതായി, എന്തിന്? ലിഅത്ഷിക, നിന്റെ ദാഹം തീർക്കാനോ, ലിഅത്ഷി റഫീഖിക, നിന്റെ കൂട്ടുകാരൻ്റെ ഒപ്പം ജീവിക്കുന്നവരുടെ ദാഹം തീർക്കാൻ ആവശ്യമായ വെള്ളം മാത്രമുള്ളൂ എങ്കിലും അവിടെ വെള്ളം ഉപയോഗിക്കാൻ എന്തുണ്ട്? അശക്തത ഉണ്ട്. അപ്പോൾ അവിടെ തയമ്മും ചെയ്യാവുന്നതാണ് പറയും. ഔ മിൽക്കൻ ലിഗൈരിക, അല്ലെങ്കിൽ വെള്ളമുണ്ട്, അത് മറ്റുള്ളവരുടെ ഉടമസ്ഥതയിലാണ്. വലം യബിഇ ഇല്ലാ ബി അക്സറ മിൻ സമനിൽ മിസ്ൽ, മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ കൊണ്ടല്ലാതെ വിൽക്കുകയില്ല. അപ്പം അങ്ങനെ വാങ്ങാൻ നമുക്ക് പ്രയാസമാണ്. സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വാങ്ങാൻ പ്രയാസമാണ്. അപ്പോഴും നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ അശക്തത ഉണ്ട്. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. ഔ കാന ബിക ജറാഹത്തുൻ, അല്ലെങ്കിൽ നിനക്കൊരു മുറിയുണ്ട്, ഔ മറദുൻ, അല്ലെങ്കിൽ രോഗമുണ്ട്, തഖാഫു മിൻഹു അലാ നഫ്സിക, ആ രോഗം കാരണത്താൽ, മുറിവ് കാരണത്താൽ നിന്റെ ശരീരത്തെ നീ പീഡിക്കുന്നു, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായി,
രോഗം മൂർച്ഛിക്കുകയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ എന്നുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ അപ്പോഴും വെള്ളം ഉപയോഗിക്കാൻ അശക്തതയാണ്. നിനക്ക് എന്ത് ചെയ്യാം? അതിന് പകരം തയമ്മും ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അശക്തത ഉണ്ടായിക്കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ സമയമാകുന്നത് വരെ നീ ക്ഷമിക്കുക. പിന്നെ ശുദ്ധിയുള്ള മണ്ണ് നീ ഉദ്ദേശിക്കുക. ആ മണ്ണ് തന്നെ നേർന്ന ശുദ്ധിയുള്ള മറ്റ് വസ്തുക്കളൊന്നും കലരാത്ത രൂപത്തിലുള്ള മണ്ണാവണം. എന്നിട്ട് ഫദ്രിബ് അലൈഹി ബികഫൈക അദ്വാമ്മൻ ബൈന അസ്വാബിഇക, നിന്റെ വിരലുകൾ ചേർത്തിപ്പിടിച്ച് 2 കൈകൊണ്ടും അതിന്റെ മേൽ അടിക്കുക. വൻവിസ്തിബാഹത ഫർളി സ്വലാത്തി, നിസ്കാരത്തിന്റെ ഫർദിനെ നീ കരുതുക. ഫർദിനെ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു, ഫർദ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് കരുതി അടിക്കുക. വംസഹ് ബിഹിമാ വജ്ഹക കുല്ലിഹി മർറത്ത്, എന്നിട്ട് അടിച്ചിട്ട് ആ പൊടിയൊന്ന് തട്ടി നിന്റെ മുഖം മുഴുവൻ ഒരു പ്രാവശ്യം തടവുക. വലാ തതകല്ലഫ് ഫീ ഇസാലിൽ ഗുബാരി ഇലാ മനാബിത്തി ശൈരി ഖഫ ഔ കസഫ, തിങ്ങിയതോ അല്ലെങ്കിൽ ലോലമായതോ ആയ മുടി മുളച്ച സ്ഥലങ്ങളിലേക്ക് പൊടിയെത്തിക്കൽ നിർബന്ധമൊന്നുമില്ല. ഇവിടത്തേക്ക് പൊടിയാവൽ നിർബന്ധമൊന്നുമില്ല. ഈ പറഞ്ഞ രൂപത്തിലൊന്ന് തടവിയാൽ മതി, മുഖം തടവ്. പിന്നെ ഖാത്തമക്, പിന്നെ മുഖം തടവിന് ശേഷം കയ്യിലുള്ള മോതിരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഊരി വെക്കണം നല്ലത്. മുഖം തടവിന് ശേഷം നിർബന്ധമായിട്ട് ഊരണം. എന്നിട്ട് രണ്ടാമത്തെ അടി അടിച്ചിട്ട്, അതായത് വിരലുകളൊക്കെ പിടിച്ച രൂപത്തിൽ രണ്ടാമത്തെ അടി അടിക്കുക. എന്നിട്ട് വംസഹ് ബിഹിമായ മുട്ടുൾപ്പെടെ നിന്റെ 2 കൈകളും തടവുക. ഇനി ഫൈലം തസ്തഉഇബുഹുമാ ഫദ്രിബ് ദർബത്തൻ ഉഖ്റ ഇലാ അൻ തസ്തഉഇബുഹുമാ, ഈ 2 പിന്നെ കൈകളും മുഴുവനായിട്ട് തടവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ അടി അടിച്ചിട്ട് അത് എന്ത് ചെയ്യണം? 2 കൈയും മുഴുവനായി തടവുന്നത് വരെ മൂന്നാമത്തെ അടി അടിച്ചിട്ട് 2 കൈ മുഴുവനായി തടവണം. ഓക്കെ. പിന്നെ ഒരു മുൻകൈ കൊണ്ട് മറ്റേ മുൻകൈ തടവണം. പിന്നെ എന്ത് ചെയ്യണം? വിരലുകളൊക്കെ കെട്ടിക്ക തടവണം. എന്ന് പറഞ്ഞാൽ തടവുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. 2 കൈകളും ഉൾപ്പെടെ തടവുമല്ലോ, ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. വസല്ലി ബിഹി ഫർളൻ വാഹിദ വമാ ശീത മിനൻ നവാഫിലി, ഒരു ടൈമും കൊണ്ട് ഒരു ഫർള് നിസ്കരിക്കുകയും നീ ഉദ്ദേശിച്ച എത്ര സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്യാം. വൈൻ അറത്ത ഫർളൻ സാനിയൻ, രണ്ടാമതൊരു ഫർളിനെ നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വസ്തഅ്നിഫ് തയമ്മുമൻ ആഖറ, ആ ഫർളിന്റെ സമയത്ത് മറ്റൊരു തയമ്മും എടുക്കുക, തയമ്മും ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. മനസ്സിലാവാത്തവർക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഈ അറിവ് കൊണ്ട് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ഉപകരിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.